ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിസിൽ വേൾഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സ്ട്രോബെറി പുഡിംഗ് ആണ്. അപ്പോൾ സ്ട്രോബെറി പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടത് ചൈന ഗ്രാസ് നമുക്കൊന്ന് വെള്ളത്തിലൊരു സോക്ക് ചെയ്യാൻ വെക്കണേ. ഇതൊരു 1.25 കപ്പ് വാട്ടറിലാണ് ഇതിട്ട് വെച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഒരു 10-20 മിനിറ്റ് അവിടെ മാറ്റി വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1 ലിറ്റർ പാല് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് അതിനൊന്ന് ചൂടാവാൻ വെക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഉരുക്കാൻ വെക്കാം. അപ്പോൾ അത് മെൽറ്റാകാൻ വേണ്ടിയിട്ട് വേറൊരു ചെറിയ സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സോക്ക് ചെയ്ത വെള്ളത്തിൽ തന്നെ നമുക്കിതിലേക്ക് വെച്ചിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ മെൽറ്റാവണം. അപ്പോഴേക്കും ഇവിടുന്ന് പാലൊന്നിങ്ങനെ തിളച്ചുകൊണ്ടിട്ടുണ്ട്. ഒരേ ടൈം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയ ഫ്ലെയിമായി കൊടുത്തിട്ട് അവിടെ വെക്കുക. അപ്പോൾ ഇത് നമുക്ക് പാലിലേക്ക് ഒരു ടിന്ന് മിൽക്കി മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലിൻ്റെ തീയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി നല്ലോണം മിക്സ് ആക്കണം. ഇത് ഫ്ലെയിമൊന്ന് കുറച്ചിട്ട് അതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഉരുകിയത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ തീയൊന്ന് ഓഫ് ചെയ്ത് എന്നിട്ട് എന്തൊക്കെ ഇതിലേക്ക് നമുക്കിനി വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറും അതിൻ്റെ കളറൊക്കെ കിട്ടാൻ വേണ്ടി സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ഇതും കൂടി ചേർത്ത് നല്ലോണം കൈയെടുക്കാതെ മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ഫ്ലേവറുള്ള ജാം ഫ്രൂട്ട്സിൻ്റെ അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി അവിടെ മാറ്റി വെക്കാം. പിന്നെ ഒരു ഇതേപോലത്തെ ഒരു ഷേപ്പിൽ മോൾഡിൽ 2-3 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തേ ഇങ്ങനെ. അത് നമുക്ക് നമ്മുടെ പുഡിങ് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിലുള്ള ബബിൾസൊക്കെ ഒന്ന് എടുത്ത് കളയണം. അപ്പോൾ നമ്മുടെ നിസിൻ വേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിലോട് വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇതിനൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കാം. ഇതിങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇതിങ്ങനെ തട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇപ്പോഴത്തേക്ക്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റുള്ള നല്ലൊരു സ്ട്രോബെറി പുഡിങ്ങാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു റെസിപ്പിയായി വരുന്നത് എല്ലാവർക്കും. ബൈ ബൈ.